ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസം നമ്മളെ കാവിൽ ഉത്സവത്തിൻ്റെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഫുഡുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മൾ കാവിലെത്തി. അപ്പം 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പം ലാസ്റ്റ് ദിവസം മാത്രമേ ഉച്ചയ്ക്ക് ചോറുള്ളൂ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഒരു നേരം അവിടെ നിന്ന് നമ്മൾ കഴിക്കണം എന്നാണ് ഭക്ഷണം. നമ്മളെ വിശ്വാസം അതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് കുന്നത്ത് ബാവൂർ കരിങ്കാളി തെയ്യം. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഭഗവതി പുറപ്പെട്ടിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിന്. ഇവിടെ വന്ന് നമ്മളെ മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടായാലും അത് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു തരും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഓരോരാൾക്കും ഓരോ വിശ്വാസമാണല്ലോ. അപ്പോൾ ഇത് വലിയ തിരുമുടിയാണ്, നല്ല ഭാരമുണ്ട് ഇതിന്. ഇതിനു മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കാവിനെ പറ്റിയിട്ടും അവിടുത്തെ തെയ്യങ്ങളെ പറ്റിയിട്ടും ആചാരത്തിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ഭഗവതിൻ്റെ മുടി അയച്ചു വെക്കുന്ന രംഗാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഭഗവതിൻ്റെ തിരുമുടിയെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഫുഡ് കൊടുക്കാൻ തുടങ്ങുക. അങ്ങനെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ നിന്ന്. ഈ കാണുന്നതാണ് ബപ്പൂരം തെയ്യം. ഭഗവതിൻ്റെ ഭർത്താവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഭയങ്കര കോമഡിയാണ്. ഒരു കൊല പഴവുമായിട്ട് ഇങ്ങനെ എല്ലാവരും പയ്യനെ പോയിട്ടും ഇങ്ങനെ എന്താ പറയുക ചൊറയാക്കിക്കൊണ്ടിരിക്കും. നല്ല രസമാണ്. പിന്നെ കുട്ടികൾ പഴം കള്ള ഭാര്യനെ പേടിയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓല തുച്ഛം എടുത്തിട്ട് പയ്യനെ പോയിട്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്നതെല്ലാം കാണിക്കും. നല്ല രസമാണ്. മുന്നേ ഇതേപോലെ കാവിൽ എല്ലാവരും എത്തി. ഞാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പം എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് എവിടെ എത്തിയും ചോദിക്കുന്നു. അപ്പം ബാക്കിലൂടെ ബപ്പൂരം പോയിട്ട് ഓളെ ഫോണ് തട്ടിപ്പറിച്ചിന്. പിന്നെ കൊടുക്കുന്നേയില്ല. കുറേ ഓള് കരഞ്ഞ് കാല് പിടിക്കേണ്ട വക്കിലായിന്. അങ്ങനെ ഓള് ചോദിച്ചിട്ടാണ് വയ്യ കൊടുത്തിന്. ഭയങ്കര കോമഡിയാണ്. നല്ല രസമാണ് ഈ തെയ്യത്തിൻ്റെ കളിയെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ശക്തിയുള്ള തെയ്യം കൂടിയാണിത്. ഞാനിവിടെ മേലെ ഇരുന്ന് സുഖമായിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇതാ അനക്കിട്ട് ഒരു അടി കിട്ടിയിട്ടുണ്ട്. തെയ്യം ഇങ്ങനെ കാട്ടുന്നുണ്ടെങ്കിലും കുട്ടികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് തെയ്യം ഇങ്ങനെ കളിക്കുന്നത്. കുട്ടികളുടെ കൂടെ തന്നെ പഴം കള്ളാന്നെല്ലാം വിളിക്കുമ്പോൾ പിന്നെ ഓടിക്കും. പിള്ളേരെ അങ്ങ് എത്ര ദൂരം ഓടിക്കുകയും ചെയ്യും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഓരോ ഉത്സവത്തിൻ്റെ സമയമാണ് നമ്മളെ കൂടെ പണ്ട് പഠിച്ച ഫ്രണ്ട്സിനെല്ലാം കാണാൻ കിട്ടുന്ന ചാൻസ് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ഇതാണ് ഫോണ് പിടിച്ചുകൊണ്ടുപോയത്. അങ്ങനെ ഓളെല്ലാം കണ്ട് വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ നമ്മൾ ഭഗവതീൻ്റെ അടുക്ക പോയി. ഭഗവതിക്ക് പൈസ എല്ലാം കൊടുത്ത് ഭഗവതീൻ്റെ അനുഗ്രഹം എല്ലാം വാങ്ങിച്ച് അതൊന്നും കടിവാടും കൊണ്ട് അഞ്ചാറൊന്നും അമ്മ താഴെ ഇറങ്ങമ്മ എന്നാലേ തരൂ. ടാറ്റാന്ന് കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഇത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലെന്തോ പൊടിയെല്ലാം മിക്സ് ചെയ്യും. പിന്നെ ഇതുപോലെ പൊരിയിടും. പിന്നെ കുഞ്ഞ് വാഴയില കുഞ്ഞായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ കർപ്പൂരെല്ലാം വെച്ച് കത്തിക്കും. ചെക്കിപ്പൂവെല്ലാം ഇതുപോലെ ഇടും. എന്തെല്ലാം പൊടിയെല്ലാം ഇടും. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് അവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഭഗവതി കോഴീനെടുത്ത് വന്നിട്ടാണ് പിന്നെയുള്ള പരിപാടി തുടങ്ങുക.
ദാരികത്തന്നെ പഠിക്കൽ ചെന്നു വിളിച്ചിടുന്നു ദാരിക വീര പോരിനു വാണോ ദാരിക വീര പോരിനു വാണോ ഇതിനെ അസുരം ഇത്രയുണർന്നു ആരാണ് പോരിന് വന്നിട്ട് ആദിപുരാനോ ഉമ്മറുരാനോ രാവണവീരൻ ബാലിയതാണോ നിർമ്മലനാഥൻ കൊടുവാൻ ഏടുപടത്തൊരു പണവും കൂട്ടം കോപ്പുട വന്നു. നല്ലൊരു കപ്പു ചെറിഞ്ഞു കുട്ടുമകളവും കുറിയോട് മഞ്ഞേ തോളോട് മഞ്ഞേ തോല് വന്നിട്ട് കയ്യിൽ വില്ലും ശരോമതേന്ന് ചന്തത്തോടേറി ദാരികത്തന്നെ പഠിക്കൽ ചെന്നു വീരനാളി വിളിച്ചിടുന്നു ദാരിക വീര പോരിനു വാണോ ദാരിക വീര പോരിനു വാണോ ഇതിനെ അസുരം ഇത്രയുണർന്നു ആരാണ് പോരിന് വന്നിട്ട് ആദിപുരാനോ ഉമ്മറുരാനോ രാവണവീരൻ ബാലിയതാണോ നിർമ്മലനാഥൻ കൊടുവാൻ ഏടുപടത്തൊരു പണവും കൂട്ടം കോപ്പുട വന്നു. ഗൈസ്, ഇതെല്ലാം നമ്മളെ കാവിലെ വിശേഷങ്ങള്. അപ്പം പകുതിക്ക് തന്നെ ഫോൺ ഓഫായി പോയി. പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവതി കാവിന്റെ അടുത്ത വർഷത്തെ കാര്യങ്ങളും അത് ഇതെല്ലാം പറഞ്ഞിട്ട് നിർത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്
കാവ് മൊത്തത്തിൽ അടിച്ചു വാരിയിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളോടെല്ലാം പോകാൻ വേണ്ടി പറയും. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാവിന്റെ ഡീറ്റെയിൽസ് പറയുമ്പം എന്തിട്ടാന്ന് അങ്ങനെ പോകാൻ പറയുന്നത്, ആണുങ്ങൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു തെയ്യം കൂടി ഉണ്ട് അങ്ങനെ പറഞ്ഞതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഇത് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവുക. അപ്പം ഇനി അടുത്ത പ്രാവശ്യം നാട്ടിലുണ്ടെങ്കിൽ വരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.